ചേച്ചിയുടെ ഒരു സ്പെഷ്യൽ ഡിഷ് പറയൂ. നമ്മളെ അയൽവക്കത്തെ വീട്ടിൽ പോയാലും വേറെ ടേസ്റ്റ് അല്ലേ, വേറെ ടേസ്റ്റ്. അതെ, ശിവരത്ത് വേറെ ഒരു സംഭവം ഭയങ്കര ടേസ്റ്റാ. മണിയാൻ്റെ ഭയങ്കര ഇഷ്ടം. സ്പൈസി ആയിട്ടുണ്ടാവും, അധികം സ്പൈസസ്. നമ്മൾ പായസം വെച്ചാലും മസാല മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പിട്ടു കടമ്പ് കടമ്പ് ഓ തലൈവാ കടമ്പ് ഓടുദോശ, പിന്നെ മറ്റേ നമ്മളെ പത്രോട്ടെ ആട്ടിപ്പായസം ആട്ടി ഓടിച്ചാലേ നമ്മൾ. എന്റെ അമ്മേന്റെ സ്പെഷ്യലി പറഞ്ഞില്ല പുളിങ്കറി, ഓലൻ. ഓല ആദ്യമില്ലേ കവി വന്ന പാടി ഓലൻ തന്നില്ലേ, ഓല 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 എന്നിട്ട് ഇവിടെ കുറവാക്കിയേ. ഇന്നും മിക്കോട്ടാ ഇന്നും ഓല. ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ട് വൻ പരാജയമായി പോയ നാട്ടിലെ പൂച്ച പോലും തിരിഞ്ഞു നോക്കാത്ത ഒരു വിഭവം. ഒരു ദിവസം നമുക്ക് എല്ലാവർക്കും അവതം പറ്റിയൊരു സാധനമുണ്ട്, മിക്സഡ് വെജിറ്റബിൾ കേക്ക്. വൻ പരാജയത്തിൽ വെജിറ്റബിൾ. എന്തൊക്കെ വെജിറ്റബിൾ ചേർത്തിട്ടുണ്ട് അതില്? വെജിറ്റബിൾ പറഞ്ഞ അറിയാലോ എന്തെല്ലാം ഉണ്ടാവും. അല്ല വെച്ച് കേക്ക് ആക്കിയാൽ എന്ത് രസം ഉണ്ടാവാ. വെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പിട്ടിട്ട് സാമ്പാറാക്കി. ആദ്യമായിട്ട് നമ്മള് കേക്ക് ആക്കിയ ഫസ്റ്റ് വീഡിയോ നമ്മളെ കേക്ക് ആക്കിയ സമയത്ത് ഫസ്റ്റ് കേക്ക് ആക്കാൻ ആഗ്രഹമായിട്ട് ഇവളൊരു പാത്രത്തിനകത്ത് കേക്ക് ആക്കിയിട്ട് അവസാനം വന്നിട്ട് കരിഞ്ഞു വീശ. ಬೊಂಬೆ ಹೇಳುತ್ತೈತೆ ಮತ್ತೆ ಹೇಳುತ್ತೈತೆ ನೀನೇ ರಾಜಕುಮಾರ, ಹೊಸ ಕನಸೊಂದು ಹೊಸಿಲಿಗೆ ಬಂದು ಬೆಳಗಿದ ಮನೆಯ ಮನಗಳ ಇಂದು ಆರಾಧಿಸರಾಜರತ್ನನ್ನು ಆಡಿಸಿ ನೋಡು ಬೆಳೆಸಿ ನೋಡು ಎಂದು ಸೋಲದು ಸೋತು ತಲೆಯ ಬಾಗದು. ಬೊಂಬೆ ಹೇಳುತ್ತೈತೆ ಮತ್ತೆ ಹೇಳುತ್ತೈತೆ ನೀನೇ ರಾಜಕುಮಾರ. ഓ നൈസ്. ഈ പാട്ടിന്റെ ഒരു വേറൊരു വെച്ചല്ലേ, ഇത് പുനീതിന്റെ പാട്ടാണ്. ഈ പാട്ട് നമുക്ക് പറയാൻ വന്ന ഉദ്ദേശിച്ചത് രാജകുമാരൻ നിങ്ങളത് അല്ലല്ല എന്റെ വരവിൽ പോകുന്നത് വെച്ചാല് ഒരു ട്രിപ്പാണ്. അതായത് വേറെ സംസ്ഥാനം, വേറെ ക്ലൈമറ്റ്, വേറെ ഭക്ഷണം, വേറെ വർത്താനം, വേറൊരു രാജ്യത്ത് പോയ ഒരു ഭയങ്കര ഇവിടെ വീട്ടിൽ പോകാൻ നമുക്ക് ഭയങ്കര ഇതാ. പോകുമ്പോ തന്നെ വേറെ എവിടെയോ പോയിട്ടുള്ള ട്രിപ്പ് ആയിട്ട് ഇരുന്നാല് നമുക്ക് അടുത്ത ഗെയിമിലേക്ക് പോവാം. പറഞ്ഞോ. ഓക്കെ, എന്റെ ആദ്യത്തെ ചോദ്യം നിങ്ങൾ എന്തായാലും കറക്റ്റ് ആവും. മെയ്ഡ് ഫോർ ഈച്ച് അതർ ആണ്, കറക്റ്റ് ആൻസർ ആയിരിക്കും പറയാ. ഓക്കെ, അപ്പൊ എക്സാമിന് ഇരിക്കണ പോലെയാണ്. ഋത്വിക് നോക്കണം, കോപ്പി അടിക്കുന്നുണ്ടോ നോക്കണം കേട്ടോ. ഓക്കെ, നീ ആണ് നോക്കാൻ വേണ്ടിട്ട്. നിങ്ങൾ മാർക്ക് കൗണ്ട് ചെയ്യണം. ഓക്കെ, റെഡി? ആദ്യത്തെ ചോദ്യം ഇതാണ്. നിങ്ങൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോവാണെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ വാങ്ങിക്കൂട്ടുന്ന ഒരു സാധനം സ്ഥിരമായിട്ട് രണ്ടുപേരുടെ എഴുതണം കേട്ടോ. പറയരുത്. ഞാൻ ഒന്നും ആലോചിക്കട്ടെ, പറയല്ലേ. രണ്ടുപേരുടെ എഴുതണം. ചേട്ടൻ എന്താ വാങ്ങുന്നതെന്നും ചേച്ചി എന്താ വാങ്ങുന്നതെന്നും എഴുതണം. ചേട്ടൻ ഒന്നും വാങ്ങാറില്ല, അതുകൊണ്ട് ഞാൻ ഒന്നും എഴുതിയിട്ടില്ല. പക്ഷെ ഞാൻ വാങ്ങുന്ന എഴുതിന്. ചേട്ടൻ ഒന്നും വാങ്ങാറില്ല, ഇവർ പറഞ്ഞതാ ഞാൻ വാങ്ങുക. വീട്ടിലേക്ക് എന്നാ ആവശ്യമല്ല നമ്മൾ വാങ്ങും. ശരി, ഒരു കാര്യം ചെയ്യ്, ചേച്ചി വാങ്ങുന്നത് എഴുതിയാ മതി. ചേച്ചി വാങ്ങുന്ന മതി. ചേച്ചി എന്ന് വാങ്ങി പറയല്ലേ. ചേച്ചി ഓൾറെഡി എഴുതി കഴിഞ്ഞു, അതും കന്നഡയിലാണ് എഴുതിയിരിക്കുന്നത്. ഇത് നോക്കിയാൻ പറ്റുമോ? ആ നല്ലത്. 4 അക്ഷരം വെച്ചുള്ള ഒരു സാധനമാണെന്ന് എനിക്ക് മനസ്സിലായിരിക്കുന്നത്. ഞാനിപ്പോ ഒന്ന് പറയാൻ എനിക്കതിൽ പിടുത്തില്ല. കായാണോ? കടയിൽ പോയി കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് ചേച്ചി വാങ്ങുന്ന ഒരു സാധനത്തിന്റെ പേര് എഴുതി കഴിഞ്ഞോ? ഓക്കെ, ആദ്യം ചേച്ചി എഴുതി ഒന്ന് വായിച്ച് ഒന്ന് പറഞ്ഞു. ഞാൻ വാങ്ങുന്നത് പച്ചക്കറികൾ. തക്കാളി, ഉള്ളി, അതന്നെ പച്ചക്കറി. അതെന്തായിരുന്നു സ്പീഡിൽ പറ. അതിന്റെ തറക്കാറി. വായിച്ചോ. ഈ കടയിൽ ഇപ്പൊ സ്ഥിരമായിട്ട് ഇപ്പം സാധനം വാങ്ങുകയാണെങ്കിൽ ഇത് തന്നെയാണോ വാങ്ങാ?
നമ്മളെ വീട്ടിൽ പച്ചക്കറി ലഭ്യം മേടിക്കല്. തക്കാളി വാങ്ങുവാ അല്ലേ? സൂപ്പർ മാർക്കറ്റ് നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നമ്മൾ പോകുന്ന എന്തിനാ പറയട്ടെ, വീഡിയോ എടുക്കുക. ആ കടക്കാർക്ക് അറിയിപ്പോ നമ്മളെ കണ്ടുവിടും. എന്നുവെച്ചാൽ നമ്മൾ അതൊന്നും മേടിക്കാണ്ട് വീഡിയോ എടുത്ത് തരും. കേൾക്കുന്ന മമ്മൂട്ടിക്ക ക്ഷമിക്കണേ. പിന്നെ സ്ഥിരം കടയിൽ പോയ പച്ചക്കറിയെ വാങ്ങണല്ലോ. നമ്മള് സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് ഭയങ്കര എക്സ്പെൻസീവ് ആണെന്ന് വിചാരിക്കും, പക്ഷെ ഭയങ്കര എക്സ്പെൻസീവ് അല്ല. മേടിക്കാര് അങ്ങനെയല്ല. നമ്മൾ പണ്ടേ നമ്മളെ മേടിക്കല് മത്സ്യം മേടിക്കും. നമ്മള് ജുറൈത് മത്സ്യം കൊണ്ട് മത്സ്യം എടുത്ത് മേടിക്കും. പച്ചക്കറി ഐറ്റംസ് നമ്മൾ പുറത്ത് മേടിക്കും. പച്ചക്കറി ഇടുന്നെല്ലാം കിട്ടും കുറെ മേടിക്കും, അരി മേടിക്കും. പിന്നെ നമ്മളൊന്നും മേടിക്കില്ലല്ലോ നമ്മള്. ഇല്ല. പിന്നെ ഓണത്തിന് വിഷയം അല്ല, നമ്മള് ഡ്രസ്സ് എപ്പം മേടിക്കുമ്പോ അങ്ങനെ എടുക്കും. അതിനെപ്പം നല്ലത് വേറെ നമുക്ക് സത്യം പറഞ്ഞാൽ വേറെ ഒന്നും ഇല്ല. എനക്ക് മാത്രല്ല നമ്മുടെ നാട്ടിൽ ആർക്കും ഉണ്ടാവില്ല. ഞങ്ങളുടെ നാട്ടിൽ ആർക്കും എല്ലാവർക്കും തന്നെ ആയിരിക്കും അവസ്ഥ. ചിലപ്പോൾ വീഡിയോ കാണുന്നതായിരിക്കും എല്ലാവർക്കും അങ്ങനെ ആയിരിക്കൂലേ, ആയിരിക്കും. വേറെ ചില ആൾക്കാരെല്ലാം സ്ഥിരം പോയിട്ട് മേക്കപ്പ് സാധനം അങ്ങനെ മേടിക്കുന്ന ആൾക്കാരെല്ലാം ഉണ്ട്. ഉപയോഗിക്കുന്ന സാധനം തക്കാളി ഉള്ളി തന്നെ മെയിൻ. ഈ തക്കാളി ഉള്ളി വെച്ചിട്ട് ചേച്ചിയുടെ ഒരു സ്പെഷ്യൽ ഡിഷ് പറയും, ചേച്ചി ഉണ്ടാക്കി തരുന്നേ. അത് പറയാം. നിങ്ങൾക്ക് ഇന്ന് ആക്കി കഴിക്കാൻ കർണാടകയിലെ സ്പെഷ്യൽ ഫുഡാ. അടിപൊളിയാണ് കവിയിലെ ഫുഡില്ലേ. നമ്മളെ നാട്ടിലെ പോലത്തെ അല്ല. ഇവിടെ മണിയാട്ടറും അവരെല്ലാരും വേറെ ഫുഡാണ്. നമ്മളെ അയൽവക്കത്തെ വീട്ടിൽ പോയാലും വേറെ ടേസ്റ്റ് അല്ലേ, വേറെ ടേസ്റ്റ്. ശിവരത്ത് വേറെ ഒരു സംഭവം, അത് കഴിച്ചന്നെ ആവണം. നമ്മള് മാത്രം കഷ്ടപ്പെട്ട നമ്മളത് സ്പൈസി ആയിട്ടുണ്ടാവും, അധികം സ്പൈസസ്. പായസം വെച്ചാലും മസാല നല്ല കുറ്റം അങ്ങനെ പറയുന്നല്ല. അത് അയ്യോ അത് കഴിച്ചാൽ എല്ലാ കറിൻ്റെ അകത്തും മസാലകളിലും ചേർത്ത് നല്ല ടേസ്റ്റ് ആണ് കറി. പക്ഷെ അധികം നമ്മൾ ഈ കള്ള് ഷാപ്പിലും മേടിക്കുന്ന നമ്മളെ ഫുഡ് ഉണ്ടാവും അതുപോലെ പ്രത്യേക. നമ്മളിപ്പോ നെയ്ച്ചോറ് രാവിലെ സാധാരണ നെയ്ച്ചോറ് വെച്ചാലും അതിലും പല മസാലകൾ ചേർത്താല് കറിയും വേണ്ട, അതൊരു രുചി വേറെയാ. ചിത്രണ്ണ, പിന്നെ ഫലാവ്, തക്കാളി, കാരറ്റ്, രസവും ഉണ്ടാവില്ല. പിന്നെ മറ്റേ ആട്ടിപ്പായസം ആട്ടി ഓടിച്ചാലേ നമ്മൾ അത് ഞാൻ വെറുതെ പറയുന്നത്. അതതിന്റെ പ്രാസത്തിൽ ഒപ്പിച്ചിട്ട് തമാശ പറഞ്ഞു. ഇതില് ഏതാ ചേട്ടന്റെ ഫേവറേറ്റ് ഏതാ? എനിക്ക് ഇതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ കടമ്പ് തക്കാളി കറി. നമ്മളെ മോളെ വെളുത്തിട്ട് നമ്മളെ അരിയെ കൊണ്ട് അരി ഉണ്ടില്ലേ ആവിക്ക് വെക്കുന്നില്ലേ, അത് സാധനം. അത് കുറച്ച് വെള്ളത്തില് ഇവരത് പൊടിച്ചു വേവിച്ചിട്ട് പകുതി വേവും ഇതിന്റെ അകത്തുനിന്ന്. എന്നിട്ടത് ഉണ്ടാക്കി വെച്ച് തക്കാളി കറിയും കൂട്ടിയിട്ട് ആദ്യം ഇവള് വന്നപാട് ഇതാക്കിയിട്ട് ഞാൻ പറ്റും നോക്കുമ്പോ എനിക്ക് തിന്നാൻ ഇപ്പൊ അതാക്കാനാ ഞാൻ പറയുന്നത്. ഇതാക്കി കർണാടക അങ്ങനെ വേറെ സ്ഥലത്തുനിന്നുള്ള ഒരാള് നമ്മളത്തേക്ക് വരുമ്പോ അത് വേറെ സംഭവം. പിന്നെ അത് മാത്രല്ല എനിക്ക് ഭയങ്കര തീരെ വേണ്ട, അതിന് നമുക്കൊന്നും പറ്റൂല, പിടിയെ തിന്നുകയും ചെയ്യാം. പിന്നെ ഏറ്റവും വലിയ സംഭവം എന്ന് വെച്ചാല് എല്ലാരും ഭാര്യ വീട്ടിൽ പോകുമ്പോൾ നമ്മള് ഭാര്യ വീട്ടിലേക്ക് പോകുന്നത്. പക്ഷെ എന്റെ ഭാര്യ വീട്ടിൽ പോകുന്നത് വെച്ചാല് ഒരു ട്രിപ്പാണ്. അതായത് വേറെ സംസ്ഥാനം, വേറെ ക്ലൈമറ്റ്, വേറെ ഭക്ഷണം, വേറെ വർത്താനം, വേറൊരു രാജ്യത്ത് പോയ ഒരു ഭയങ്കര. നമ്മള് വീട്ടിൽ പോകാൻ നമുക്ക് ഭയങ്കര ഇതാ. പോകുമ്പോ തന്നെ വേറെ എവിടെയോ പോയിട്ടുള്ള ട്രിപ്പ് ആയിട്ട് വരുന്നല്ലോ. ബസ്സിന് കൊണ്ട് ദൂരേ ഉള്ളൂ, 100 കിലോമീറ്റർ ഉണ്ട്. പക്ഷെ അടിപൊളി. ഈ കേരളത്തില് ഒരു വന്നിട്ടേ കേരളത്തിലൊരു ഡിഷ് ഫുഡ് കഴിച്ചിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ട അങ്ങനെ ഒരു റെസിപ്പി ഉണ്ടോ? ഫുഡ് എന്തെങ്കിലും ഉണ്ടോ അവിടെ ഇല്ലാത്തൊരു ഫുഡ്? ഉണ്ണിയപ്പം. അല്ലേ പറയുമ്പോ പറയണ്ടേ, പറയാൻ പറ്റേ. അമ്മേന്റെ കുറെ സ്പെഷ്യൽ സംഭവം ഉണ്ടായിരുന്നു കഴിക്കാതെ. പ്രഥവനില്ലേ, അവർക്കറിയില്ല. അത് ഏതായിരുന്നു? എന്റെ ഫേവറേറ്റാ. കല്യാണത്തിന് അത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് കുടിക്കും തണുപ്പിച്ചിട്ട്. നല്ല ടേസ്റ്റ് അല്ലേ. എന്റെ അമ്മേന്റെ സ്പെഷ്യലി പറഞ്ഞില്ല പുളിങ്കറി, ഓലൻ. ഓല ആദ്യമില്ലേ കവി വന്നപാടി ഓല എന്നിട്ടില്ലേ ഓല എന്നിട്ട് ഇവിടെ പറവാക്കിയേ. ഇന്നും മിച്ചോട്ടാ ഇന്നും ഓല. അമ്മേന്റെ ഓലനില് മറ്റേ ചേമ്പിന്റെ കയ്യും പിന്നെ ചേമ്പും പിന്നെ ചക്കക്കുരു എല്ലാം ഇട്ടിട്ട് ഒരു ഓലം വെക്കുക. നമുക്കൊന്നും ഇല്ലാത്ത സമയത്ത്
പണ്ട് നമ്മൾ ഇങ്ങനെയുള്ള കറികളാണെല്ല ആക്കുക. പറമ്പിൽ കിട്ടുന്ന അത് ഇപ്പോ ഞാൻ ആക്കും. ഇപ്പൊ ഒരു മാറ്റവും ഇല്ല. ഇനി ആ കറികൾ തന്നെ ഞാനിപ്പോ ആക്കണം. അതെ. ഇപ്പൊ എന്താ ഇന്നിപ്പൊ ഞാൻ ഒരു പുളിങ്കറി വെച്ചിട്ടുണ്ട്, ഒരു ചക്കത്തോരനും ആക്കി വെച്ചിട്ടുണ്ട്. അത് രാവിലെ പോയിട്ട് പൂതല് ഇടിച്ചക്ക പറിച്ചു കൊണ്ടുവന്നിട്ട് അത് എന്ത് കറി വെക്കാൻ ഉണ്ടായാലും എനിക്ക് ഇങ്ങനത്തെ കറികളാ ഇഷ്ടം. നാടൻ ഇവള് വെക്കൂ കടലൊക്കെ ഇട്ടിട്ട് അതിൻ്റെ അകത്ത് തക്കാളി, ഉരുളക്കിഴങ്ങ്, ഉള്ളി, മുരിങ്ങാക്കായി എല്ലാം ഇട്ട് മാമൻ പറഞ്ഞ പോലെ 18 മസാലയും ഇട്ടിട്ട് നല്ല രസം ഉണ്ടാവും. സാമ്പാറിൽ കടലൊക്കെ ഇടും, നല്ല രസം ഉണ്ടാവും കടലക്കയില്. നമ്മളൊരു കനീല കറി വെക്കും. കുറച്ച് പണി പറയാൻ പറഞ്ഞു കേട്ടോ കനീല. ഈ എക്സ്പ്രഷൻ തന്നെ പോലെ എല്ലിനും ഇത് പറഞ്ഞിട്ട് വിശക്കണ്ടല്ലോ. ഞാൻ പറഞ്ഞു വെച്ചാല് നമ്മളെ വീഡിയോ കാണുന്നവർക്കെല്ലാം അറിയാം, നമ്മൾ ഇതെല്ലാം വീഡിയോ കാണിച്ചാ. ഇതെല്ലാം നിങ്ങൾ ഒരു പ്രാവശ്യം ട്രൈ ചെയ്യേണ്ട സാധനങ്ങളാണ്. കനിലക്കറി എന്ന് പറഞ്ഞാല് ഒരു ട്രൈ ചെയ്ത് നോക്കണത്. എന്താ പറയാ, കനിലക്കറി നമ്മള് മുളയില്ലേ, മുളേന്റെ തണ്ടില്ലേ, തണ്ട് ചെത്തിയിട്ടുണ്ടാക്കുന്ന സാധനം വീഡിയോ ഉണ്ട്. അതൊരു 5 ദിവസം 7 ദിവസം 7 ദിവസം നമ്മൾ ഈ തോടില്ലേ, നമ്മൾ ഒഴുകുന്ന തോട്, അതിനിങ്ങനെ നമ്മള് തുണി കെട്ടിയിട്ട് കെട്ടി വെക്കണം. 7 ദിവസം കഴിഞ്ഞിട്ട് അങ്ങനെയാണ് കെട്ടി വെക്കല്. ഇപ്പൊ നമ്മള് അങ്ങനെ ഇല്ലാത്ത വീടുകളില് വെള്ളം രാവിലെ മാറ്റി മാറ്റി വെച്ചാലും മതി, ഒരു 3-4 ദിവസം. എന്നിട്ട് ആ വെള്ളത്തിൽ ഒഴുകി പോയിട്ടില്ലേ, 7 ദിവസം കഴിഞ്ഞിട്ട് ആ വെള്ളത്തിൽ ഒഴുകി പോയതിനു ശേഷം ഈ സാധനം എടുത്തിട്ട് കടലക്കയും കുടിച്ച് വെക്കുന്ന സാധനമാണ് കനിലക്കറി. അതല്ല പണ്ട് കാലത്ത് ഉച്ച സമയം വല്ലാണ്ട് ശരി. ഒരു വേദിയിൽ സാമ്പാർ എടുത്തത് സാമ്പാറിന് വെളിയിലാണല്ല. അല്ല, ഓൻ എന്ത് കറി വെച്ചാലും സാമ്പാർ ഇഷ്ടം, അതുകൊണ്ട് കഷ്ണം ഇങ്ങനെ പീഞ്ഞിട്ട് ഇപ്പം വെച്ചിട്ട് മാത്രം കൂട്ടുക. സാമ്പാർ പോയി. ഓക്കെ, അടുത്ത ചോദ്യം ചോദിക്കട്ടെ. ഏതെങ്കിലും വേദിയിൽ പാടാനോ ഡാൻസ് കളിക്കാനോ പറഞ്ഞ ചെയ്യാതെ നിങ്ങൾ ഒറ്റക്കുള്ളപ്പോ മാത്രം ചെയ്യുന്ന നിങ്ങളുടെ ഒരു സിഗ്നേച്ചർ സ്റ്റെപ്പ് അല്ലെങ്കിൽ ഒരു പാട്ട് എന്താ എഴുതണം? എഴുതണം, ഗെയിം മാറിപ്പോയി. ഞാൻ ചോദിക്കാം, ചേട്ടന്റെ തന്നെ എഴുതിക്കോ. ചേട്ടന്റെ ഒരു സിഗ്നേച്ചർ സ്റ്റെപ്പോ പാട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഞങ്ങൾക്ക് ആർക്കും അറിയാത്ത. എല്ലാവർക്കും അറിയാം. എല്ലാ വർഷത്തിലും ഒരു പ്രാവശ്യം ഉണ്ടാവും. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു ഇഷ്ടം കുറച്ച് ഒന്നല്ല കുറെ ഇഷ്ടപ്പെടുന്നു എല്ലാരും ചെയ്യുന്ന നാട്ടില്. പക്ഷെ എന്റെ കുറച്ച് വെറൈറ്റി ആണ്. അയ്യോ, അത് എന്തുവാ നമ്മളെ ഋഷഭ് ഷെട്ടി മറ്റേ സിനിമ കണ്ടിട്ടില്ലേ? ഋഷഭ് ഷെട്ടിന്റെ സിനിമയില്ലേ കാന്താര. ഋഷഭ് ഷെട്ടി അല്ല, രാജ്വി ഷെട്ടി. അതിലൊരു ഡാൻസ് ആ സാധനത്തിന് ഇതാണ് നമ്മൾ വേറൊരു സാധനം ചെയ്യുന്നത്. ഒരു നാൾ നമുക്ക് ഇത് എവിടെയെങ്കിലും സിനിമയിലൊക്കെ കാണാം. ഇത് എപ്പോഴും വന്ന ഇതൊരു നാടൻ സ്റ്റെപ്പാണ്, റയർ ആയിട്ടുള്ള സംഭവം. അത് തെയ്യത്തിന് പോയാലും സ്റ്റെപ്പേ ഉള്ളൂ. 2 സ്റ്റെപ്പ് 3 അതെ, അതറിയാത്ത ആളല്ല കുട്ടി അറിയാം നമ്മളെ സ്റ്റെപ്പ്. ഓക്കെ, ആ സ്റ്റെപ്പ് അതിന് സിനിമയിൽ വരുമ്പോ നമുക്കത് അല്ല എന്നേലും കാണാൻ പറ്റും. അങ്ങനത്തെ റോള് വന്ന റോള് ഒന്നും എന്തായാലും ചെയ്യും. അതിനാണെങ്കിൽ ചേച്ചി പാട്ട് എന്തെങ്കിലും ഒരു എല്ലായിടത്തും പാടലുണ്ട്. അവളിപ്പോ അമൃത ടിവിയിലും എല്ലാം ഇവിടെ നമ്മളിപ്പോ ഒരുപാട് പരിപാടിക്ക് പോകുന്നുണ്ടല്ലോ. പറയാൻ കഴിയില്ല, 2 കളി മൂളും അത്രേ ഉള്ളൂ. ആളൊന്നും ഉണ്ടാവില്ല. അത് കർണാടകത്തിലായതുകൊണ്ട് നമുക്ക് ഇതിനൊന്നും പറയാൻ പറ്റില്ല. ഒരു അഭിപ്രായം പറയാൻ പറ്റാത്തതുകൊണ്ട് നമ്മളെ അങ്ങനെ പറയുന്നില്ല. പക്ഷെ നന്നായിട്ട് നമ്മളെല്ലാം അങ്ങനെ നന്നായിട്ട് പാട്ടിലെ കൊടുത്തിട്ട് നാളെ പാടിയില്ലെങ്കിൽ അതുകൊണ്ട് കല്യാണം ഉറപ്പിച്ച സമയത്ത് പാട്ടൊക്കെ പാടി സാറും MG സാറിലും കൂടിയിട്ട് നമ്മളെ വേദിയിൽ നിന്ന് അവര് പറഞ്ഞു അടിപൊളിയെന്ന് പറഞ്ഞു. അതിലപ്പുറം തന്നല്ലേ. അതെ, കല്യാണം ഉറപ്പിച്ച സമയത്ത് പാട്ടൊക്കെ പാടി തന്നായിരുന്നോ ഫോണിൽ? അങ്ങനെ ഒഴിവാക്കൂലേ? അപ്പൊ ആദ്യം എപ്പോഴാ പാടിയത്? ഇങ്ങനെ ഒരു കഴിവുണ്ട് ശേഷമായതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. പാട്ട് അവള് പാടാൻ ഇങ്ങനെ നോക്കി ഇങ്ങനെ ഒരു കഴിവുണ്ട് എന്ന് ഞാൻ തിരിച്ചറിയുന്നത് ഒരു ദിവസം നമ്മൾ വീഡിയോ എടുക്കലാണ്. അപ്പൊ ആദ്യത്തെ നമ്മളിങ്ങനെ സീരിയസ് ഇങ്ങനെ എടുത്തോണ്ടിരുമ്പോ സ്വദേശി കുമാർ നടന്നിട്ട് വീഡിയോ ഉണ്ട്. അതിലൊരു പ്രായമായിട്ടുള്ളൊരു 60 വയസ്സുള്ള ഒരു പെണ്ണുങ്ങളാണ്. അപ്പോൾ അവരെ ആ സ്ത്രീൻ്റെ ഒരു വീഡിയോ ഒരു എടുക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞ കവിത ഇതിനകത്ത് ഒരു പാട്ട് പാടണില്ലേ, അതാണ് അതിൻ്റെ ഒരു മെയിൻ സ്റ്റെപ്പ്. ഒരു ഹുക്കായിട്ടൊരു പാട്ടാണ്, ഒരു പാട്ട് പാടിക്കൊണ്ടിരിക്കണം. ഈ പാട്ടാണ് ക്ലൈമാക്സിൽ എല്ലാം പാടുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു പാട്ട് വേണം, അങ്ങനത്തെ ഒരു ഹൈലൈറ്റ് ആകുന്ന പാട്ട് വേണം എന്ന് പറഞ്ഞു. അങ്ങനെ ഇവള് കുറേ കന്നഡ പാട്ട് ഇങ്ങനെ പറഞ്ഞാണ്. അവരെ പാടാനൊന്നുമില്ല, അങ്ങനെ ഓരോന്നോരോന്നോരോന്ന് പറഞ്ഞ് അതിലൊരു പാട്ട്
എനിക്ക് ഹുക്കായി അത് ഞാനോട് പറയണ്ട ചിലപ്പോൾ ഇതിന്റെ അടിയിൽ കമന്റ് വരും അങ്ങനെ എന്നാ കവി പാട്ട് ചിന്നതള്ളി ചിന്നത മല്ലിക ഹുവേ വിടുനീ ചെമ്പക സോറി ആ പാട്ട് അപ്പൊ അതെനിക്ക് നല്ല ക്യാച്ച് ചെയ്തത് അത് ഞാൻ പിന്നെ ആ പാട്ടിൽ ഉപയോഗിച്ചു അത് ഭയങ്കര എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായ പാട്ട് അങ്ങനെ പിന്നത്തെ നമ്മളൊരു ദിവസം പോകുമ്പോൾ ഇവളിങ്ങനെ പാട്ട് പാടിയനല്ലോ ഇങ്ങനെ നല്ല കമന്റ് ഇട്ടപ്പോൾ നല്ല രസമായെന്ന് പറയുമ്പോൾ നമ്മൾ നല്ലൊരു പാട്ട് പാടി ഭാര്യ ഇവിടേക്ക് ഉണ്ട് വേണ്ടിക്ക് പാടും എന്ന് പറയുമ്പോൾ അവള് പാട്ട് പാടി പിന്നെ എല്ലാവരും നിർത്താൻ പറയുന്നുണ്ട് നല്ല പാട്ടാ പിന്നെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത് പുനീതിന്റെ പാട്ട് അതൊന്ന് രണ്ടുപേരും പാടോ പുനീതിന്റെ പാട്ട് പാടി നാല് ഇത് 65 300ഓളം സ്റ്റേജുകളിലാണ് നമ്മള് പോയ സ്റ്റേജിൽ എന്റെ ഇന്റർവ്യൂ 300ഓളം സ്റ്റേജുകളിൽ പാടിയ പാട്ട് വിഷമാവും 301 ഈ പാട്ട് പാടാൻ പോവാണ് പാടിക്കോ 4 പേര് എക്സ്ക്യൂസ് മീ പാട്ട് ಬೊಂಬೆ ಹೇಳುತ್ತೈತೆ ಮತ್ತೆ ಹೇಳುತ್ತೈತೆ ನೀನೇ ರಾಜಕುಮಾರ ಹೊಸ ಕನಸೊಂದು ಹೊಸಿಲಿಗೆ ಬಂದು ಬೆಳಗಿದ ಮನೆಯ ಮನಗಳ ಇಂದು ಆರಾಧಿಸರಾಜರನ್ನು ಆಡಿಸಿ ನೋಡು ಬೀಳಿಸಿ ನೋಡು ಎಂದು ಸೋಲದು ಸೋತು ತಲೆಯ ಬಾಗದು ಬೊಂಬೆ ಹೇಳುತ್ತೈತೆ ಮತ್ತೆ ಹೇಳುತ್ತೈತೆ ನೀನೇ ರಾಜಕುಮಾರ. ഓ നൈസ്. ഈ പാട്ടിന്റെ ഒരു വേറൊരുന്ന് വെച്ചല്ലേ ഇത് പുനീതിന്റെ പാട്ടാ. ഈ പാട്ട് നമുക്ക് രാജകുമാരൻ നിങ്ങൾ അല്ലല്ല എല്ലാ ദിവസവും രാജകുമാരൻ ഞാനാ പറയില്ല, ഈ പ്രാവശ്യം ഞാൻ അത് ഓളെ പറഞ്ഞു. അല്ല എനിക്ക് ഇത് പാട്ട് കേൾക്കുമ്പോൾ ഇതെന്ന് വെച്ചാൽ നമുക്ക് പുനീതിനെ ഓർമ്മ വരും. പുനീതിനെ അപ്പൊ ഭയങ്കര ഞാൻ ശിവരാജകുമാറിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നൊരു ഇതാണ്. ഞാൻ പുള്ളിക്കാരൻ്റെ ഭയങ്കര ഫാനാണ്. അപ്പോൾ ശിവരാജിനെ ഈ പുനീതിനെ പിന്നെ നമ്മൾ എന്താ ഇങ്ങനെ മീരജസ്മിൻ്റെ പടമുണ്ട് അങ്ങനെ കാണുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ്റെ ഒരു യോഗത്തിന് ശേഷം ഈ പാട്ട് നമ്മൾ കേൾക്കുമ്പോൾ എപ്പോൾ പുള്ളീനെ ഒരു ഓർമ്മ വരും. അത് വല്ലാത്തൊരു നമ്മൾ കേട്ട് കഴിയുമ്പോൾ നമുക്കൊരു നൊമ്പരാകുന്നൊരു പാട്ടാണ് അത്. ഇതെപ്പം പാടിയാലും നമുക്ക് കുറച്ചൊരു അല്ലേ ഫീൽ ആയിട്ടുള്ള പാട്ടാണ്. ഇവര് പിള്ളേരും കന്നഡ പഠിപ്പിക്കുന്നുണ്ടോ? അവര് പഠിച്ചിട്ടുണ്ടോ? അറിയോ? ഒന്നും അറിയില്ല. കന്നഡ അറിയാം അവർക്ക്. അങ്ങനെയൊന്നും ഉണ്ടെന്ന് അറിയാം. പക്ഷെ ആ ഭാഗത്ത് പഠിക്കണോ? ചെറുതിനെ പഠിപ്പിക്കാൻ നോക്കുന്നുണ്ട്, പഠിപ്പിക്കാൻ ഉണ്ട്. ആയിരം മോനെ ഇപ്പം വരും. ഓക്കെ, ആ പഠിപ്പിക്കുന്നുണ്ടോ? എല്ലാരും പഠിച്ചില്ല. ഫുഡ് കിട്ടണതൊക്കെ ബണ്ണി ബണ്ണി നല്ല വാക്കുണ്ട്. ഓക്കെ ഡൺ. അടുത്തത് ചോദിക്കട്ടെ. ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ട് വൻ പരാജയമായി പോയ നാട്ടിലെ പൂച്ച പോലും തിരിഞ്ഞു നോക്കാത്ത ഒരു വിഭവം. അത് ആരുണ്ടാക്കിയ വിഭവമായിരിക്കും? അല്ല, ഒരു ദിവസം നമുക്ക് എല്ലാവർക്കും അബദ്ധം പറ്റിയൊരു സാധനമുണ്ട്. തിരിഞ്ഞു നോക്കാറില്ല പയ്യ. അത് പ്ലേറ്റ് അടക്കം കാലിയായിട്ടുണ്ട്. അല്ലല്ല, തിരിഞ്ഞു നോക്കാത്ത സാധനമല്ല അത്. അത് വെക്കണ്ടേന്ന് തോന്നിപ്പോ നമ്മൾ തന്നെ ഒപ്പം പറഞ്ഞ മിക്സഡ് വെജിറ്റബിൾ കേക്ക് വൻ പരാജയത്തിൽ. വെജിറ്റബിൾ ഇവിടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കേക്ക് ഒരുപാട് ആളാക്കിയിട്ടുണ്ടാവും. അതിൽ ഒരാൾ കവിയും ഒരുപാട് എല്ലാത്തിലാക്കി. ഇനി അരുതേ എന്ന് പറഞ്ഞു പച്ചക്കറി അല്ലേ എന്തൊക്കെ വെജിറ്റബിൾ ചേർത്തിട്ടുണ്ടതില്? വെജിറ്റബിൾ പറഞ്ഞ അറിയാലോ എന്തെല്ലാം ഉണ്ടാവുന്നത്. അല്ല വെച്ച് കേക്ക് ആക്കിയാൽ എന്ത് രസം ഉണ്ടാവുക. കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പിട്ടിട്ട് സാമ്പാറാക്കി അമ്മാരി അവസ്ഥയാണ് ഭയങ്കര. പക്ഷെ വേറൊരു സംഭവം, ഇവള് ആദ്യമായിട്ട് ഇവള് കേക്ക് ആക്കിയ ഫസ്റ്റ് വീഡിയോ നമ്മളെ കേക്ക് ആക്കിയ സമയത്ത് ഫസ്റ്റ് ഇവിടെ കേക്ക് ആക്കാൻ ആഗ്രഹമായിട്ട് ഇവളൊരു പാത്രത്തിനകത്ത് കേക്ക് ആക്കിയിട്ട് അവസാനം വന്നിട്ട് കരിഞ്ഞു പോയി. സംഭവം കരിഞ്ഞു പോയിട്ട് ഒരു നാശകോശമായി പോയി. അപ്പൊ ഞാനാണ് ഈ വീഡിയോ രാവിലെ മുതൽ എടുക്കുന്നുണ്ട് വ്ളോഗ്. ഇവളാക്കുന്ന എല്ലായിടത്തും ഇതൊന്നോ കരിഞ്ഞു പോയി. നമുക്ക് കാണിക്കാൻ പറ്റാത്ത സ്റ്റേജാണ്. പക്ഷെ നമ്മളത് ഇങ്ങനെ കേക്ക് കരിഞ്ഞു പോയി എന്നിട്ട് എന്റെ തമ്മിൽ കേക്ക് കരിഞ്ഞു പോയി. എനക്കൊന്ന് ഏറ്റവും വലിയ അടിച്ച വീഡിയോ ഫ്ലോപ്പായി പോകുന്ന വീഡിയോസ് ഭയങ്കരമായിട്ട് അതൊന്നും സംഭവിച്ചാറില്ല. അത് ഭയങ്കര പിന്നെ അന്നത്തെ അതൊന്ന് സ്റ്റോപ്പായി. പിന്നെ നമ്മളത് ഷേപ്പില്ലാണ്ട് കിണർ പോലെ. ചേട്ടൻ എന്തെങ്കിലും കുക്ക് ചെയ്യോ? പിന്നെ ഞാൻ കുക്ക് ചെയ്യും. എല്ലാവരും കുക്ക് ചെയ്ത് ഞാൻ കഴിക്കും.
ഓക്കെ പാചകം ഒഴിച്ചു പാചകം ഒഴിച്ച് ബാക്കി എല്ലാരും കുക്ക് ചെയ്യുന്നത്. അല്ലല്ല നമ്മള് സംബന്ധി നല്ല പ്രശസ്തമായ സംബന്ധി ഇല്ലേ നമുക്കറിയില്ലേ കരാട്ട മാസ്റ്ററായ അനൂട്ടി പണ്ട് തക്കാളി പിന്നെ തക്കാളി ചോറ മിക്സി ഞാനും അനൂട്ടിയും പണ്ട് കവി ഇടിയില്ലാത്ത സമയത്ത് കവി പ്രസവിക്കാൻ വരാൻ അങ്ങനെ പോയിനാണ് ഞാൻ ഉന്നെ വെച്ചിട്ട് അന്നേരം അനു അന്നേരത്തെ സ്റ്റാർ ഇപ്പൊ സ്റ്റാറിനെ വിളിച്ചു. അപ്പൊ ഓള് വെച്ചിട്ട് എടുത്തിട്ട് മാമ എല്ലാം സെറ്റാക്കി ഇവള് വീട്ടിലെടുത്ത് ഞാൻ ഇങ്ങനെ ക്യാമറ പിടിച്ചാത്ര ഓർമ്മയുണ്ട്. പിന്നെ ബോധം വരുമ്പോ ഇവള് മിക്സി മറ്റേ എരിവുള്ള സാധനമല്ല ഇവള് എന്താക്കി വെച്ചാല് മിക്സിനെ മൂടി അടക്കാണ്ട് ഓണാക്കി നോക്കി ചുമരെല്ലാം മൊത്തം പഠിക്കുന്നില്ല പോകുന്നത് അന്നേരം നമ്മളിത് വെറുതെ ഇങ്ങനെ ഇതാക്കി നോക്കി അപ്പൊ ആകുന്നില്ല അപ്പായിട്ട് ഇതിന്റെ ഇത് ഓപ്പൺ ചെയ്ത് നോക്കി. ഇത് ഓപ്പൺ ചെയ്ത് മാമാന്ന് പറയുമ്പോൾ ഓണാക്കിയിട്ടില്ല അപ്പഴേ സ്വിച്ച് ഇടുമ്പോ മൊത്തം തെറിച്ചു അവനോട് ഞാൻ വിളിച്ചു. പിന്നെ കുറെ ദിവസം കഴിഞ്ഞിട്ട് പെയിന്റെല്ലാം കഴിഞ്ഞ ശേഷം വന്നത് 300ഓളം വേദികളിൽ മാമീന് പാട്ടുണ്ടെങ്കിൽ 500ഓളം വേദികൾ എൻ്റെ ഇത് ഈ ഒരു ചമ്മന്തി അല്ല 400ഓളം വേദികളിൽ വൻ സക്സസ് ചെയ്തു ഇതൊഴിച്ചേ. ഓക്കെ, അടുത്ത ചോദ്യം. ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് ഇതുവരെ തൊട്ടുപോലും നോക്കാത്ത ഒരു വീട്ടുജോലി നീ അവിടെ വെക്ക. ഞാൻ ഇപ്പൊ ശരിയാക്കി തരാന്ന് പറഞ്ഞാൽ പരിസരത്ത് പോലും നോക്കാത്ത ഒരു വീട്ടുജോലി ഉണ്ടോ? എല്ലാ ജോലിയും ഞാൻ തൊട്ട് നോക്കാറില്ല. അതങ്ങനെ ഞാൻ പുറത്ത് പോയി അല്ലേ പണ്ടല്ലേ ഞാനല്ലേ എന്ത് നല്ല ഞാനല്ലേ എല്ലാ പണി ഞാൻ എടുക്കോ ബാത്റൂമും എല്ലാം ഞാനാ വൃത്തിയാക്കുക. ഇപ്പൊ ഞാൻ ഇവിടുത്തെ ബാത്റൂം ഞാൻ ആയിക്കോളുന്ന കട വെക്കുക സമയമില്ല ഞാൻ പോയി നല്ല ക്ലീൻ ഉണ്ടാവും ഞാൻ വൃത്തിയാക്കിയ ഓളന്നെപ്പാ ബാത്റൂം പറഞ്ഞോ എഴുതണം പറഞ്ഞാ പോരെ. അതാ മതി. അങ്ങനെ വേറെ എന്തെങ്കിലും കഥയുണ്ടോ? എന്തെങ്കിലും പണി ഏൽപ്പിച്ചിട്ട് ഇപ്പൊ ചെയ്യാന്ന് പറഞ്ഞിട്ട് മുങ്ങുന്ന? അവള് ഭയങ്കര ഹാർഡ് വർക്ക് ആണ്. ഓള് പണി ഏൽപ്പിക്കണ്ട, ഓളിനെ തീരുമാനിച്ച് ഓളിനെ ചെയ്യും. അത് പിന്നെ നിർത്തലൊന്നുമില്ല. പിന്നെ എന്തെന്ന് സംഭവിച്ചാലും അത് മറച്ചു വെക്കും. അത് തെറ്റായി പോയി അത് മറച്ചു വെക്കണ്ടെന്ന് പറഞ്ഞാലും വെറുതെ മറച്ചു വെച്ചേക്കാൻ തന്നെ മറച്ചു വെക്കും. അതെല്ലാം ശരിയാണ്, അതിലൊന്നും തെറ്റില്ല. ഓളെ ഒരു പണിക്ക് ഉദ്ദേശിച്ചെങ്കിൽ ഇന്നിപ്പോ വീടുന്ന തൊട്ട് അതുവരെ കിളച്ചിടണം എന്ന് വെച്ചാൽ ഓളത് കിളച്ചിട്ടേരിക്കും. നമ്മളറിയാണ്ട് അത്രക്ക് ഭാഷയാവോക്ക് ഓരോ കാര്യം തീരുമാനിച്ചാല് എടുക്കണം എടുക്കും എടുക്കാൻ തുടങ്ങിയിട്ടില്ലേ പിന്നെ അത് അടക്കടക്കും. അത്ര തന്നെ. ആരൊന്നും വേറെ ചെയ്യില്ല. ഇതിനെല്ലാം കാരണം മോളെ അത് ഇതെല്ലാം ഇങ്ങനെ ഇവളിപ്പോ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഞാനാണ് ചെയ്യല്. പക്ഷെ എനിക്ക് ഇപ്പോ കുറച്ച് 3-4 കൊല്ലായിട്ട് 5ാമത്തെ കൊല്ലം തുടങ്ങലായി. എനിക്കൊരു ഓപ്പറേഷൻ കഴിഞ്ഞു ഹാർട്ടിന്റെ. ഇതിന് ശേഷം പിന്നെ എനക്കൊന്നും അങ്ങനത്തെ കാര്യങ്ങളൊന്നും തൊട്ടുകൂടാ. എന്ന് പറഞ്ഞ ഒരു ബാത്റൂം ഒന്ന് കഴുകാന്ന് വെച്ചാൽ എനക്കൊന്നും വേണമെങ്കിൽ ചെയ്യാൻ പറ്റൂല, ഇരുന്നിട്ടും ചെയ്യാൻ പറ്റൂല. അങ്ങനത്തെ ഒരു അവസ്ഥയില ഞാൻ. അതുകൊണ്ടാണ് ഇവളെ ഇതെല്ലാം ചെയ്യേണ്ടിയും സത്യം വന്ന കാരണങ്ങള്. മറ്റതെല്ലാം ഞാൻ പറഞ്ഞല്ലേ വെറുതെ നിൽക്കാത്ത ഒരാളാണ്. ഒരു മിനിറ്റ് എനക്ക് നിക്കാൻ ഒരു പറ്റൂല. നിമിഷം നമുക്ക് ഇപ്പൊ അമ്മക്കില്ല ഹാർട്ടിന് ഓപ്പറേഷൻ ചെയ്തതിന് ശേഷം അമ്മയോട് എന്നാലും ഇങ്ങനെ പണിയെടുക്കുന്ന പറഞ്ഞു. എന്നാലും ഞാൻ അത്ഭുതത്തോടെ നോക്കി. ഞാൻ എവിടെയെങ്കിലും പോയി എന്റെ കണ്ണൊന്ന് തെറ്റി അപ്പാടുന്ന അമ്മ മലയങ്ങ് മരിക്കാൻ വേണ്ടി പോയിട്ടുണ്ടാവും. അനക്ക് പണിയെടുക്കണം. ഞാൻ വരുമ്പോ എന്തോ ശരിയാക്കി. ഞാൻ 5 കൊല്ലായി ഒരു തേങ്ങ ഉരിക്കാതെ 5ാമത്തെ കൊല്ലായി മോളെ ഒരു തേങ്ങ എനിക്ക് ഉരിക്കാൻ പറ്റൂല. ഇല്ലേ അരക്കാണ്ട് വെക്കും. തൊട്ടി വെള്ളം അങ്ങനെ ചെയ്യുന്നോണ്ടാണ് അമ്മക്കെല്ലാം ഇപ്പൊ ആരോഗ്യം. നമ്മുടെ നാട്ടിലെ എല്ലാവരും ഇങ്ങനെയാണ്. അമ്മേനെ പോലത്തെ പെണ്ണുങ്ങളെല്ലാരും ഇതേപോലെ തന്നെയാണ്. പണിയെടുത്തോണ്ട് ഒന്നുമില്ലെങ്കിലേ കൊടുക്കും. ആടെ തിരഞ്ഞെടുക്കലുള്ള അത് കഴിഞ്ഞിട്ട് ആ വാഴത്തുകളെ കൊണ്ടിട്ട് അത് നിർത്താം. ഇത് ചെയ്തുകൊണ്ടേ നിന്നൂടാ എനിക്ക് അങ്ങനെ ഒരു ശീല. ഇവര് കാണാണ്ടേ ചെയ്യില്ല. ഇവരെടിങ്ങും പോയ ദിവസം വരുമ്പോക്കെല്ലാം വൃത്തിയാക്കി വെക്കും. വരുമ്പോഴേക്ക് അമ്മ ഉണ്ടാവും എന്തെല്ലോ ആക്കി വെച്ചിട്ടുണ്ടാവും. ആരുമില്ലല്ലോ നമുക്ക് തടിക്ക് സുഖത്തിനാന്ന്. എനക്ക് തടിക്ക് സുഖം കിട്ടാൻ വേണ്ടിട്ട് എടുക്കുന്നതാണ്. സുഖം കിട്ടാൻ എടുക്കുന്നത്. പക്ഷെ പിറ്റേ ദിവസം കയ്യില്ല ഞാനൊക്കെ ഒന്നും കയ്യിലിടാന്ന് പറയും. തണുപ്പെല്ലാം പിടിച്ചിട്ട് അങ്ങനെ ആയിട്ടൊന്നും ഉണ്ടായില്ല. ഇപ്പൊ അടുത്തുള്ള കുറേ ഓട്ടം ഉണ്ടായിരുന്നു. ഞാൻ ഡോക്ടറെ നല്ലോണം പറഞ്ഞു അമ്മ ഇതേപോലെ ചെയ്യുന്ന ഡോക്ടറെ നമ്മൾ പറഞ്ഞിട്ട് അനങ്ങാണ്ട് അപ്പൊ ഡോക്ടർ പറഞ്ഞിട്ട് കാര്യമില്ലടോ നമ്മൾ പറയാന്നുള്ളൂ. കാരണം പ്രായമുള്ളവര് ഒരു ഏജ് കഴിഞ്ഞാൽ അവര് പണ്ടത്തെ തന്നെ ചെയ്തുകൊണ്ടിരിക്കും. ഇതിനെ പറ്റിട്ടൊന്നുമില്ല ഇതുവരെ. അങ്ങനെ എടുത്തതിനെ പറ്റിട്ട് അവരെന്ത് തീർച്ചയായും എന്നോട് പറഞ്ഞു അമ്മ ചെറുതായിട്ട് ചെയ്തോട്ട് നമുക്ക് നല്ല ആരോഗ്യം ഉണ്ട്. പോവാം ആ രഹസ്യം ഞാൻ പരിചയക്കി. കുഴപ്പമൊന്നുമില്ല നമുക്ക് പ്രശ്നമൊന്നുമില്ല. എല്ലാം ക്ലിയർ. പണ്ട് നല്ലോണം പണിയെടുത്തതിന്റെ ഇതാ. ഇനി നമ്മളെ ചെക്ക് ചെയ്താൽ ഇപ്പൊ ഉണ്ടാവും. ഒരു ഇത്രട്ടം കേറാൻ പറ്റൂല. അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടേ. അടുത്തത് ചേച്ചി പറയുന്ന ഏത് കാര്യമാണ് ചേട്ടൻ
ചേട്ടന് ഏറ്റവും കൂടുതൽ ദേഷ്യം വരുന്നത്? അത് ചേട്ടനോടെ ചോദിക്കണം. രണ്ടുപേരും മേ ബി ഇതായിരിക്കും രണ്ടുപേരും തോന്നുന്നൊരു കാര്യം. ചേച്ചി പറയുന്ന ഏത് കാര്യമായിരിക്കും ചേട്ടന് ഏറ്റവും കൂടുതൽ ദേഷ്യം വരുന്നേ? രണ്ടുപേരും എഴുതിക്കോ. മലപ്പുറത്താണ്. ദേഷ്യം വരല് കുറവാണ്. ദേഷ്യം വിത്ത് കുറവല്ലേ? സീനായിരിക്കും. വന്നാലും മിണ്ടൂല ചേട്ടനെ കൊറേ സമയത്ത്. സൈലന്റ് ആയിരിക്കും. അത് ഈ ദേഷ്യം വന്നു നമ്മൾ ചെയ്യാന്നറിയാം, മിണ്ടാതെ. മിണ്ടാണ്ടിരിക്കണം കുറച്ച് നേരം. അപ്പാട് എടുത്തടിച്ചിട്ട് പറയാൻ കറി കഷ്ടകാലത്തും ബുദ്ധി നഷ്ടമായി പറയും. അപ്പോൾ നമ്മൾ മിണ്ടാണ്ടിരിക്കുക, ശ്രദ്ധിക്കുക. എന്നാണ് അടുത്ത നടപടി. പക്ഷെ മിണ്ടാണ്ടെന്നാ തീരുന്നേ ഉള്ളൂ, എല്ലാ ദേഷ്യം എല്ലാവരും അല്ലേ? ദേഷ്യം വന്നാൽ മിണ്ടാണ്ടിരിക്കണം കേട്ടാ. അപ്പം ആ സമയത്ത് അവരൊന്നും പറഞ്ഞേക്കരുത്. നമ്മളെ ബുദ്ധി അങ്ങ് പോകും, നമുക്ക് ആലോചിക്കാനല്ലേ ഇതങ്ങ് പോകും. നമുക്ക് അപ്പാട് ദേഷ്യത്തിൽ പ്രഷർ കയറും, നമ്മൾ എന്തെല്ലോ പറയും, തെറ്റി വഴക്കായി അടിയായി. അതിന് പകരം നമ്മൾ സമയത്തോടെ കുറച്ച് സമയം മിണ്ടാണ്ടെന്നിട്ട് ആലോചിക്കുക. ഞാൻ എൻ്റെ ഒരു വീഡിയോ ഇട്ടല്ലോ ഇപ്പോൾ അടുത്ത് മിണ്ടാണ്ടിരിക്കണം എന്നിട്ട്. ചേട്ടൻ്റെ കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. എന്താ ഞാൻ എഴുതി ഉണ്ടാക്കിയൊന്നല്ല, ഇതൊക്കെ ഓരോ ബുക്കുകളിൽ നിന്ന് വായിക്കുന്നുണ്ട്, അങ്ങനെയെല്ലാം കയറി തേക്കുന്നല്ലേ ഇത്. അല്ലാണ്ട് ഇത് എൻ്റെ സ്വന്തം കണ്ടുപിടുത്തന്നല്ല, ഇതല്ലോ ഓരോരോ സ്ഥലത്ത് നല്ല ബുക്കിലുണ്ടാവില്ല. ചേട്ടൻ കിട്ടിയതാണ്. ഓക്കെ, അപ്പൊ ഒന്നും അങ്ങനെയൊന്നും ഉണ്ടായില്ല. ഇപ്പൊ വെറുതെ എഴുതി വെക്കുന്നു. ഓക്കെ, അടുത്തത് ആഹാരം കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ യൂട്യൂബ് കമന്റുകൾ നോക്കിയിരിക്കുന്ന ആരാണ്? രണ്ടുപേരും നോക്കാറില്ല കമന്റ്. യൂട്യൂബ് കമന്റ്സ് സത്യം പറഞ്ഞാല് ആ സമയത്ത് നമ്മൾ ഇവിടെ നീ കണ്ടിട്ട് ഏതെങ്കിലും കമന്റ് കണ്ടിട്ടുണ്ടോ? ഇല്ല. ഞാൻ പറയും, കവിതനെ കുറെ ആൾ അന്വേഷിച്ച് പറയുന്നതല്ലേ ഞാൻ പറയലുണ്ട്, നേരിട്ടുള്ളതല്ലോ. കമന്റ്സ് പിന്നെ നമുക്ക് വായിക്കാറില്ലല്ലോ. ഇംഗ്ലീഷിൽ ഉണ്ടാകുമെങ്കിലും മലയാളത്തിലെ എഴുതി നോക്കും, മംഗ്ലീഷ് അങ്ങനെ തപ്പീര് പോകുമ്പോഴേക്ക് കുറെ സമയം എടുക്കും. അതുകൊണ്ടായിരിക്കും ഞാൻ എല്ലാം നോക്കലുണ്ട്, കമന്റ്സ് എല്ലാം എല്ലാ കമന്റ്സും നോക്കലുണ്ട്. ഇത് നമ്മൾ കുറേ പ്ലാറ്റ്ഫോമിൽ ഒരുമിച്ചിട്ട് ഇടുന്നത്, ഇൻസ്റ്റാ, ഫേസ്ബുക്ക്, യൂട്യൂബ്, ഷോർട്സ്, അങ്ങനെ ഒരു ദിവസം തന്നെ 4-5 വീഡിയോ ആയി. ഈ 5 വീഡിയോൻ്റെ അതുകൊണ്ടാണ് നമുക്ക് കുറേ കമന്റ്സ് റിപ്ലൈ ഒന്നും പോകാതെ. എന്താണെന്ന് വെച്ചാൽ നമ്മളിതെല്ലാം ഞാൻ ഒറ്റക്ക് തന്നെ ചെയ്യേണ്ട ഒരു ഇതുണ്ട്. അന്നേരം ഞാൻ എഡിറ്റ് ചെയ്യണം, ഇടണം. ആൾക്കാർ ചിലപ്പോൾ അത് വീഡിയോ ഇട്ടിട്ട് ഒരു വീഡിയോ ഇട്ടിട്ട് കുറേ ദിവസം കഴിഞ്ഞിട്ടല്ല ഞാൻ ഇടുന്നത്. ഒരു വീഡിയോ ഇട്ടിട്ട് സ്പോട്ടിലൊരു 2 മണിക്കൂർ അടുത്ത വീഡിയോ വന്നിട്ടുണ്ട്, നാളെ ആകുമ്പോൾ വേറെ വീഡിയോ 2 വന്നു. കമന്റ്സ് നോക്കലുണ്ട്, കമന്റ്സ് എല്ലാം ഞാൻ നോക്കലുണ്ട്. ശരി, ഓക്കെ. അടുത്തത് ചോദിക്കട്ടെ, ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ എത്ര തവണ റീടേക്ക് എടുപ്പിക്കാറുണ്ട്? ഏറ്റവും കൂടുതൽ റീടേക്ക് പോകുന്ന ആരായിരിക്കും? എല്ലാരും ഉണ്ട്. ഞാനുണ്ട്, ഏറ്റവും കുറവ് പോകുന്നത് ആരാ? കുറവ് പോകുന്ന ഞാൻ പറയില്ല, അയാൾക്കറിയാം. അയാൾക്കറിയാം. അനു. അല്ല, ഇപ്പൊ ഏറ്റവും കുറവ് ടേക്ക് റീഷൂട്ട് പോകുന്ന ഋഷിക്കാണ്. ഋത്തിക്ക് അടിപൊളിയാണ്. ഋത്തിക്ക് ഒറ്റ ടേക്കില് പിന്നെ അനു ഒറ്റ ടേക്കിൽ, അവള് വിചാരിച്ചാൽ ഒറ്റ ടേക്കിലാണ്. പക്ഷെങ്കിൽ അവള് വിചാരിക്കല് വളരെ കുറവാണ്. ചേച്ചി കവിത അല്ല ഭാഷയല്ല, ഷോർട്സിന്റെ അമ്മ രണ്ടില്ലേ ഒറ്റ ടേക്കുള്ളേ, ഒറ്റ ടേക്കാ. അത് വോയിസ് അങ്ങ് മാത്രം. അമ്മക്ക് തിരിഞ്ഞു നോക്കുന്ന സാധനമില്ല, ഇങ്ങനെ നോക്കുന്ന അത് തീർന്ന്. ഇന്ന് വൈകിട്ടത്തേക്ക്, ഇനി രാവിലെ തുടങ്ങി 9 മണിക്ക് തുടങ്ങി 4 മണിയാകുമ്പോൾ നോക്കിയാൽ മതി. ഈ ഡയലോഗ് ആണെങ്കിൽ പറയാത്ത ഇതില് വരെ മേ ബി കുറച്ചും കൂടി ഡയലോഗ് കൂട്ടിട്ട് അമ്മ സൂപ്പർ ആയിട്ട് പറയും. സിറ്റുവേഷൻ കൊടുത്താൽ മതി. അനുഭവത്തിന്റെ ഇതിനകത്ത് പറയുമ്പോൾ കുറെ അധികം ഉണ്ടാവും എല്ലാവരും. അവർക്ക് അനുഭവങ്ങൾ അങ്ങനെ, അമ്മയ്ക്ക് നല്ല അനുഭവങ്ങൾ ഒരുപാട്. അപ്പൊ അമ്മ പറയുമ്പോൾ അതെല്ലാം കൂടി വരും, പാടുണ്ടാവും. ഓക്കെ, അപ്പം അടിപൊളിയായിട്ട് നിങ്ങൾ ഗെയിം ചെയ്തു. നിങ്ങൾ മെയ്ഡ് ഫോർ ഈച്ച് അതറാണ്, അതിലൊരു ഡൗട്ടും ഇല്ല. നിങ്ങൾ കറക്റ്റ്, നിങ്ങൾ പരസ്പരം നന്നായിട്ട് അറിയാം. ഇവരെ മാത്രമല്ല, ഫാമിലി എല്ലാവരെയും അറിയാം കറക്റ്റായിട്ട്. അപ്പൊ ഒരുപാട് സന്തോഷം കാണാനും സംസാരിക്കാനൊക്കെ സാധിച്ചതിൽ. നമുക്ക് നമ്മൾ കാര്യം പറഞ്ഞിട്ടില്ലേ, ഇന്റർവ്യൂ നമ്മൾ തുടങ്ങിയ സമയത്ത് നമ്മൾ അങ്ങനെ ഒരു ഇന്റർവ്യൂ ആണെന്നില്ല ചെയ്തപ്പോൾ അങ്ങനെയൊന്നുമില്ല. നമ്മളിങ്ങനെ വർത്താനം പറഞ്ഞ് നമ്മൾ അങ്ങനെയൊന്നും നമ്മളൊരു പിടിച്ചു വെച്ചിട്ട് അങ്ങനെയൊന്നുമില്ല. നല്ല നല്ല രസമുണ്ട് നിങ്ങളോട് സംസാരിക്കും. നമ്മള് നന്നായിട്ടുണ്ട്. നമ്മുടെ കണ്ണൂരുകാര് വൈബ് കിട്ടിയതാ, നന്നായിട്ടുണ്ട്. നമ്മളെ വീട്ടിൽ നിന്ന് നമ്മളോട് ഓരോ ജില്ലക്കാർക്ക് ഓരോ അതെ. ഒരുപാട് സന്തോഷം. പിന്നെ നല്ല ഭംഗിയായിട്ടുണ്ട്, നല്ല ക്യൂട്ടായിട്ടുണ്ട്. കഴുത്തിനൊരു റിംഗ് ഒക്കെ കിട്ടി, നല്ല രസമുണ്ട്. ശ്രദ്ധിക്കുക, ഫാൻ ഇട്ടിട്ടുണ്ട്. അപ്പോ നല്ല നല്ല ഇനി ഇങ്ങോട്ട് പോവോ? അതെ, സത്യം പറയട്ടെ, നമ്മള് ചില ആൾക്കാർ നമ്മള് വീഡിയോയിൽ കണ്ടിട്ടേ നേരിട്ട് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇങ്ങനെ അല്ലല്ലോ എന്ന് വിചാരിക്കും. പേഴ്സണലി ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ ഒരു ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് ഇത്രയും നമ്മുടെ വീട്ടിലെ ആൾക്കാരെ ഫീല് വരണേ.
നമുക്ക് അങ്ങനെ ജെന്യൂൻ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ നമുക്ക് അറിയുന്ന ആൾക്കാർ, ഞാൻ വന്നപ്പോഴേ പറഞ്ഞു എനിക്ക് അങ്ങനെ ആദ്യം കണ്ട ഫീൽ അല്ല വരണേ, നമ്മൾ വീഡിയോ കാണുന്നോണ്ടായിരിക്കും, പക്ഷെ നിങ്ങളോട് സംസാരിച്ചപ്പോഴും എനിക്ക് ആ ഫീൽ എനിക്ക് ഇന്റർവ്യൂ എടുത്ത ഫീൽ അല്ല, നമ്മുടെ വീഡിയോയില് കാണുന്ന പോലെ തന്നെയാണ് സെയിം നമ്മൾ വീഡിയോയിൽ കാണാനേ കാണാൻ സെയിമാ. വീഡിയോയില് കാണാനോ ഭംഗി കുറച്ച് നേരിട്ടാണ് നിങ്ങൾ എല്ലാവരും അഥവാ നേരിട്ട് പറയണം, അല്ലെങ്കിൽ ആളുകൾക്ക് നേരിട്ട് മോള് വരുമ്പോ നമ്മളെ കണ്ട ആ വേഷമില്ലേ അതേപോലെ തന്നെ നമ്മളെ വീഡിയോക്ക് നിക്കും. അതെ അതെ. നമ്മളില്ലേ ഒരു പക്ഷെ ഇന്ന് അവർക്കുണ്ടല്ലോ പ്രേക്ഷകർക്ക് നിങ്ങൾ ഒരുക്കിയിട്ട് നല്ല ഭംഗിയിൽ ഇന്ന് കണ്ടു. വിഷു കുറേ നാളത്തിന് ശേഷമില്ലേ അതെ ഇത്ര നല്ല ഡ്രസ് ഞാനും അമ്മയാലും ഉണ്ടാവും അവിടെ മാറ്റാൻ നോക്കൂല. അല്ല അന്നേരം സ്പെഷ്യൽ ആണെങ്കിൽ എല്ലാ ദിവസവും ചെയ്ത് കഴിയുമ്പോൾ സ്പെഷ്യലാണ്. അതെ അതെ. അപ്പൊ അത് സ്പെഷ്യൽ. പക്ഷെ ഇത് രസമായിട്ടുണ്ട്. അപ്പൊ ഒരുപാട് സന്തോഷം കാണാനും സംസാരിക്കാനും നമുക്ക് വളരെ സന്തോഷം. നന്നായിട്ടുണ്ട്. നല്ല കുറെ സംസാരിച്ചിരുന്ന പോലെ തോന്നിയിട്ടുള്ളൂ. വിഷുവിന്റെ എല്ലാവർക്കും വിഷു ആശംസകൾ നേരുന്നു. എല്ലാവർക്കും ഹാപ്പി വിഷു. നല്ലൊരു വിഷു ആശംസിക്കുന്നു. നന്നായിട്ട് പോട്ടെ, എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ, എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എല്ലാവർക്കും. താങ്ക് യു സോ മച്ച്.